നമ്മുടെ ബാഡ് ഹാബിറ്റ്സുകൾ, ഗുഡ് ഹാബിറ്റ്സുകൾ എല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ കാണുന്നതും ചെറുപ്പത്തിലാണ്. ഈ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ എല്ലാതരം ബാഡ് ഹാബിറ്റ്സുകളും കാണും, ഗുഡ് ഹാബിറ്റ്സുകളും കാണും, അത് നോട്ടീസ് ചെയ്യും. പാരൻസിന് റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് അതിലേക്ക് കടക്കാതെ പോകുന്നതും. ഫുൾ ടൈം മോണിറ്റർ ചെയ്യുന്നുണ്ട്. കൗമാരപ്രായം എത്തിക്കഴിഞ്ഞാൽ പാരൻസ് നമ്മളെ അധികം മോണിറ്റർ ചെയ്യാൻ പറ്റില്ല, അധികം നമ്മുടെ പിന്നാലെ വരാൻ പറ്റില്ല. ആ ടൈമിലാണ് നമ്മളിതൊക്കെ എക്സിക്യൂട്ട് ചെയ്യുക. അതിൽ നമ്മളിപ്പോൾ കൗമാരപ്രായം എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു വിഷമം വന്നു, അല്ലെങ്കിൽ പ്രശ്നം വന്നു, സ്ട്രെസ്സായി. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെന്താ പറയുക, എടാ നീ കുറച്ച് കള്ളു കുടിച്ച് കഴിഞ്ഞാൽ ശരിയാകുമെന്ന് പറയണു. ഈ മദ്യപിക്കുന്നത് പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ടെൻഷൻ വരുന്നതും ഇമോഷൻ വരുന്നതും അങ്ങനെയൊക്കെ വരുന്ന ഹോർമോൺസ് നമ്മാവും. അപ്പോൾ എന്താ സംഭവിക്കുക, നീ ഈ സ്ട്രെസ്സിനെ കുറിച്ച് മറക്കും, നീ നിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് മറക്കും, കാരണം ഇത് നമ്മായി. ഓക്കെ, അപ്പോൾ ഈ മദ്യപാനം എന്താണോ നിനക്ക് അന്ന് തന്നിട്ടുണ്ടായിരുന്നത് അതേ എഫക്റ്റ് തന്നെയാണ് ഇന്ന് നിനക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ബ്യൂട്ടിഫുൾ പോയിന്റ്. സോ ആക്ച്വലി ഇതൊരു ലഹരിയാണ്. ആൽക്കഹോൾ, ഡിജിറ്റൽ ആൽക്കഹോൾ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ.